നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയെക്കുറിച്ചിട്ടുള്ള റീഡിംഗാണിത്. ഈ റീഡിംഗ് നിങ്ങളിലേക്ക് എത്തിയെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേക വ്യക്തിയുണ്ട്. നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ലായിരിക്കാം. ചിലപ്പോൾ അവരുടെ മെസ്സേജ്, ഒരു കോൾ, ഒരു ചെറിയ സൈൻ നിങ്ങളുടെ ദിവസം മുഴുവൻ മാറ്റിയേക്കാം. ഈ കാർഡ്സ് പറയുന്നത് ആ വ്യക്തിയുടെ എനർജിയെക്കുറിച്ചാണ്. ചിലർക്ക് ഇത് റെസൊനേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കാം, ചിലർക്ക് റെസൊനേറ്റ് ചെയ്യാൻ പറ്റുന്ന മാത്രം കേൾക്കുക, എല്ലാത്തും വിട്ട് കളയുക. 2 ഓഫ് കപ്സ്, ദ മൂൺ, പേജ് ഓഫ് കപ്സ്, ഇങ്ങനെ 3 കാർഡ്സാണ് എനിക്ക് കിട്ടിയത്. ഈ കാർഡ്സ് ഒരുമിച്ച് വന്നപ്പോൾ കാണുന്ന എനർജി ഒരു ഇമോഷണൽ കണക്ഷനാണ്. ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ സാധാരണ ഒരാളല്ല. അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന വികാരങ്ങൾ വളരെ ആഴമുള്ളതാണ്. കാർഡ്സ് കാണിക്കുന്നത് ഈ കണക്ഷനിൽ പറയാത്ത വികാരങ്ങളുണ്ട്, പറയാത്ത ചിന്തകളുണ്ട്, പറയാത്ത ആഗ്രഹങ്ങളുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം, അവർക്ക് എന്നെക്കുറിച്ച് ഇതേ ഫീലിങ്സ് ഉണ്ടോ, അവർ എന്നെ ഓർക്കുന്നുണ്ടോ, അവരുടെ മനസ്സിൽ ഞാനുണ്ടോ. ഈ റീഡിങ്സിൽ കാണുന്ന എനർജി പറയുന്നത് അതേ, നിങ്ങൾ അവരുടെ മനസ്സിൽ വന്നു പോകുന്ന ഒരാളാണ്. പക്ഷേ ദ മൂൺ കാർഡ് ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. എല്ലാം ഇപ്പോൾ സർഫേസിൽ കാണുന്നില്ല. അവരുടെ എല്ലാ വികാരങ്ങളും നിങ്ങൾക്ക് അറിയില്ല. അവർ ചില കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ സ്വന്തം ഇമോഷൻസ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ ആളുകൾക്ക് ഫീലിങ്സ് ഉണ്ടാവും, അവ പ്രകടിപ്പിക്കാൻ ധൈര്യം ഉണ്ടാവില്ല. അതാണ് ഇവിടെ കാണുന്ന എനർജി. പേജ് ഓഫ് കപ്സ് ഒരു ബ്യൂട്ടിഫുൾ കാർഡാണ്. ഇത് കമ്മ്യൂണിക്കേഷൻ എനർജി കൊണ്ടുവരുന്നു. ഒരു മെസ്സേജ്, അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ, ഒരു അപ്പോളജി, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഓപ്പണിംഗ്. ഈ കണക്ഷനിൽ സൈലൻസ് ഉണ്ടെങ്കിൽ അത് എന്നും തുടരണമെന്നില്ല. കാരണം കാർഡ്സ് കാണിക്കുന്നത് ഹൃദയത്തിൽ നിന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എനർജി ഉണ്ട്. അത് ഉടൻ വരുമോ അല്ലെങ്കിൽ കുറച്ച് സമയമെടുക്കുമോ അത് കാർഡ്സ് വ്യക്തമാക്കുന്നില്ല. പക്ഷേ എനർജി അലൈവാണ്. കണക്ഷൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. 2 ഓഫ് കപ്സ് വീണ്ടും വീണ്ടും ഒരു കാര്യം പറയുന്നു. ഈ ബന്ധം ഏകപക്ഷീയമായിട്ട് തോന്നിയാലും എനർജി രണ്ട് വശത്തുമുണ്ട്. ചിലപ്പോൾ ഒരാൾ കൂടുതൽ തുറന്നു കാണിക്കും, മറ്റാൾ കൂടുതൽ അടച്ചു വയ്ക്കും. പക്ഷെ കണക്ഷൻ ഇരുവരെയും സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ ജേണി നിങ്ങളെന്തോ പഠിപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. അത് പേഷ്യൻസ് ആകാം, സെൽഫ് വർത്ത് ആവാം, ട്രസ്റ്റ് ആകാം, ഡിവൈൻ ടൈമിംഗ് ആകാം. ഇവയെല്ലാം ഈ കണക്ഷൻ്റെ ഭാഗമാണ്. യൂണിവേഴ്സ് നിങ്ങളോട് ഇപ്പോൾ പറയുന്നത് ഫോഴ്സ് ചെയ്യരുത്, ഒന്നിലും ഫിയർ ആകരുത്, ട്രസ്റ്റ് ചെയ്യുക. കാരണം യഥാർത്ഥത്തിൽ നിങ്ങളുടേതാണെങ്കിൽ അത് നിങ്ങളെ തന്നെ കണ്ടെത്തും. ഈ റീഡിങ്ങിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള സന്ദേശം എന്താണെന്ന് വെച്ചാൽ, വികാരങ്ങൾ ഇപ്പോഴും ഉണ്ട്, പക്ഷേ എല്ലാം ഇപ്പോൾ വ്യക്തമായിട്ടില്ല. കമ്മ്യൂണിക്കേഷൻ എനർജി തുറക്കാൻ സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ ഈ റീഡിങ് കാണുമ്പോൾ ആദ്യം ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക, പിന്നീട് അവരെ മനസ്സിൽ കാണുക, അവർക്കായിട്ട് സ്നേഹവും സമാധാനവും ആശംസിക്കുക. കാരണം ലവ് എനർജി പലപ്പോഴും കൺട്രോൾ ആയിട്ടുള്ള ഒന്നല്ല, ആക്സെപ്റ്റൻസ് ആണ്, ട്രസ്റ്റാണ്, ഗ്രോത്താണ്. ഈ കണക്ഷൻ എങ്ങോട്ട് പോകുമെന്ന് ആർക്കും ഒരു ഉറപ്പും പറയാനാവില്ല. പക്ഷെ കാർഡ്സ് പറയുന്നത് ഈ കഥ ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേൾക്കൂ, പക്ഷെ നിങ്ങളുടെ വാല്യൂ ഒരിക്കലും മറക്കരുത്. നിങ്ങൾ സ്നേഹിക്കപ്പെടാൻ അർഹനാണ്, നിങ്ങൾ ബഹുമാനിക്കപ്പെടാൻ അർഹനാണ്, നിങ്ങൾ വ്യക്തതയ്ക്ക് അർഹനാണ്, നിങ്ങൾ സന്തോഷത്തിന് അർഹനാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ ഹൃദയത്തിൽ പറയാത്ത വികാരങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ സ്വന്തം പ്രകാശം നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. അവരുടെ മനസ്സിൽ എന്താണ് നടക്കുന്നത്? ഈ റീഡിങ്ങിൻ്റെ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോഴും ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം, അവൾ അല്ലെങ്കിൽ അയാൾ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? അവർ എന്നെ ഓർക്കുന്നുണ്ടോ? അവർ എന്നെക്കുറിച്ച് കെയർ ചെയ്യുന്നുണ്ടോ? കാർഡ്സ് ഇപ്പോൾ കാണിക്കുന്നത് ഈ വ്യക്തി പുറത്തേക്ക് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഉള്ളിൽ സൂക്ഷിക്കുന്ന ആളാണ് എന്നാണ്. അവർ അവരുടെ വികാരങ്ങൾ എളുപ്പത്തിൽ തുറന്നു പറയുന്ന ആളല്ല. ചിലപ്പോൾ സ്ട്രോങ് ആയി കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ സ്വന്തം ഇമോഷൻസിനെ തന്നെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടാകാം. പക്ഷേ എനർജി പറയുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ പൂർണ്ണമായി അപ്രത്യക്ഷമായിട്ടില്ല. നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ, നിങ്ങളുടെ ഓർമ്മകൾ വരുമ്പോൾ
നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാണുമ്പോൾ അവരുടെ മനസ്സിൽ എന്തോ ഒരു ചലനം ഉണ്ടാകുന്നു. ഇത് ഒബ്സഷൻ എനർജി അല്ല, കണക്ഷൻ എനർജി തന്നെയാണ്. ചില ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന ശേഷം അവ പൂർണ്ണമായിട്ട് മറക്കാൻ വേണ്ടി കഴിയില്ല. ഈ കണക്ഷൻ അത്തരമൊരു എനർജി കാണിക്കുന്നു. ദ മൂൺ കാർഡ് വീണ്ടും കാണിക്കുന്നത് കൺഫ്യൂഷൻ, അൺസർട്ടനിറ്റി, മിക്സ്ഡ് ഇമോഷൻസ് ആണ്. ഒരു പക്ഷേ അവർ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടാകാം. ഒരു പക്ഷേ പഴയ വേദനകൾ ഇപ്പോഴും അവരെ സ്വാധീനിക്കുന്നുണ്ടാകാം. ഒരു പക്ഷേ റിജക്ഷൻസിനെ പേടിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ടൈമിംഗ് ശരിയല്ലെന്ന് കരുതുന്നുണ്ടാകാം. എന്തായാലും ഈ സൈലൻസ് എല്ലായ്പ്പോഴും ലാക്ക് ഓഫ് ഫീലിങ്സ് കാരണമല്ല. ചിലപ്പോൾ സൈലൻസ് എന്നതൊരു ഫിയർ ആണ്, ചിലപ്പോൾ ഹീലിംഗ് ആണ്, ചിലപ്പോൾ വെയിറ്റിംഗ് ആണ്. കാർഡ്സ് ഇപ്പോൾ ഒരു പ്രധാന സന്ദേശം നൽകുന്നു. നിങ്ങൾ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും പേഴ്സണലായി എടുക്കേണ്ടതില്ല. കാരണം അവർ ഇപ്പോൾ കടന്നു പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായി ബന്ധമില്ലാത്തതായിരിക്കാം. അവർ സ്വന്തം ജീവിതത്തിലെ ചാലഞ്ചസിനെ കൈകാര്യം ചെയ്യുന്നതായിരിക്കാം, സ്വന്തം ഇമോഷൻസ് പ്രോസസ്സ് ചെയ്യുന്നതായിരിക്കാം, സ്വന്തം വഴി കണ്ടെത്തുന്നതായിരിക്കാം. ഈ റീഡിംഗ് കാണുന്ന പലർക്കും ഒരു അൺഫിനിഷ്ഡ് കോൺവെർസേഷൻ എനർജി കാണുന്നു. പറയാതെ പോയ ചില വാക്കുകൾ, ചോദിക്കാതെ പോയ ചില ചോദ്യങ്ങൾ, പങ്കിടാതെ പോയ ചില വികാരങ്ങൾ. ഈ കണക്ഷൻസിൽ ക്ലോഷർ ലഭിക്കാത്ത ഒരു ഭാഗം ഇപ്പോഴും ഉണ്ടാകാം. അതുകൊണ്ടാണ് നിങ്ങൾ ഇടയ്ക്കിടെ അവരെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ എനർജി ഇപ്പോഴും ഫീൽ ചെയ്യുന്നത്. പക്ഷേ യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് പറയുന്ന പ്രധാന കാര്യം ഇതാണ്: നിങ്ങളുടെ ജീവിതം ഹോൾഡിൽ വയ്ക്കരുത്. അവരുടെ തീരുമാനത്തിനായിട്ട് കാത്തിരിക്കരുത്. നിങ്ങളുടെ സന്തോഷം നിങ്ങളിൽ നിന്ന് തന്നെ ആരംഭിക്കണം. കാരണം യഥാർത്ഥ സ്നേഹം നിങ്ങളെ വളരാൻ സഹായിക്കുന്നതായിരിക്കണം, നിങ്ങളെ തളർത്താൻ പാടില്ല, നിങ്ങളിൽ പ്രകാശം നിറയ്ക്കാൻ സഹായിക്കുന്നതായിരിക്കണം. ഈ റീഡിങ്ങിൻ്റെ എനർജി പറയുന്നത് അതേ കണക്ഷനുണ്ട്, അതേ പറയാത്ത വികാരങ്ങളുണ്ട്. പക്ഷെ ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നത് തുടരുക എന്നുള്ളതാണ്. ഒരു ദിവസം കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായേക്കാം. നിങ്ങൾക്ക് ഒരു കോൺവെർസേഷൻ ഉണ്ടാകാം, ഒരു എക്സ്പ്ലനേഷൻ ലഭിക്കാം, ഒരു പുതിയ ചാപ്റ്റർ നിങ്ങളുടെ ലൈഫിൽ തുറക്കാം. പക്ഷെ അതുവരെ നിങ്ങളുടെ ജീവിതം ജീവിക്കാനാണ് കാർഡ്സ് പറയുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ പിന്തുടരാനാണ് കാർഡ്സ് പറയുന്നത്. നിങ്ങളുടെ സന്തോഷം നിങ്ങൾ തിരഞ്ഞെടുക്കുക. കാരണം നിങ്ങൾ കാത്തിരിക്കുന്ന സ്നേഹത്തിന് അർഹനാണെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ തന്നെ സ്നേഹത്തിനും സമാധാനത്തിനും അർഹനാണ്. ഞാൻ സ്നേഹത്തിന് അർഹനാണ്, ഞാൻ വ്യക്തതയ്ക്ക് അർഹനാണ്, എനിക്കായി ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നെ കണ്ടെത്തും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക.